നമസ്കാരം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ നോവലിൽ ജീവനോടെ ദഹിപ്പിക്കപ്പെട്ട ഇടയ പെൺകുട്ടിയുടെയും സർപ്പമായി മാറി തൻ്റെ കാമിനിയെ പ്രാപിച്ച വൈശ്രവണൻ ചെട്ടിയാരുടെയും കോഴിക്കോട്ട് അങ്ങാടിയിൽ കപ്പലിറങ്ങിയ വെള്ളക്കാരുടെയും കഥകൾ കേട്ടുകൊണ്ട് വളർന്നു വന്നതായ ദാസൻ എന്ന കഥാപാത്രത്തെ നാം കണ്ടു കഴിഞ്ഞു. 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുഞ്ഞനന്ദൻ മാസ്റ്റർ എന്ന കഥാപാത്രത്തെയും അദ്ദേഹത്തെ സ്കൂളിലെത്തിക്കാനായിട്ട് കുതിരവണ്ടിയുമായിട്ട് വരുന്ന കേളൻ എന്ന കഥാപാത്രത്തെയും കാണാൻ കഴിയുന്നു. കേളൻ്റെ കുതിരയുടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. ലെസ്ലി സാഹിബിൻ്റേതുപോലെ വേഗമാർന്നതും ഉയർന്ന ശിരസുള്ളതുമല്ല കേളൻ്റെ കുതിര. അതിൻ്റെ വാരിയലുകൾ മുഴുവൻ തെളിഞ്ഞു കാണാം. കുഞ്ചിരോമങ്ങളിൽ അരിച്ചു കിടക്കുന്ന ചെള്ളുകൾ കേളൻ്റെ കുതിരയെ കണ്ടാൽ പതിവിലധികം വളർന്ന ഒരു നായയാണെന്നേ തോന്നൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ കുഞ്ഞനന്ദൻ മാസ്റ്റർ 30 വയസ്സിലെ കിളവനായിരിക്കുന്നു. ചെന്നിക്ക് മുകളിൽ മുടിയാകെ നരച്ചു കഴിഞ്ഞിരിക്കുന്നു. ആശുപത്രിയിലെ 2 ആഴ്ചത്തെ ജീവിതം അയാളെ തടിപ്പിച്ചിരിക്കുന്നു. എങ്കിലും മുഖത്തെ വിളർച്ച വിട്ടുമാറിയില്ല. പിത്തം പിടിച്ച പോലുള്ള ചീർത്ത മുഖമായിരുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞനന്ദൻ മാസ്റ്റർ കണ്ണാടിയിലേക്ക് നോക്കി സ്വയം പറയുകയാണ്, വീണ്ടും കേളൻ്റെ ജട്ക വണ്ടി, വീണ്ടും രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്കുള്ള യാത്ര, എല്ലാം ഞാൻ വീണ്ടും തുടങ്ങുന്നു. ഞാൻ മരിച്ചിട്ടില്ല, താൻ മരിച്ചിട്ടില്ല ഇപ്പോഴും എന്നുള്ളതായിട്ടുള്ള ആ ഒരു വിശ്വാസം, ആ അസ്തിത്വത്തിൻ്റെ ഒരു ആഹ്ലാദം അയാളുടെ കണ്ണുകളിൽ അങ്ങനെ കത്തി നിൽക്കുകയാണ്. ഒരാഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം തിരികെ എത്തിയതായിട്ടുള്ള കുഞ്ഞനന്ദൻ മാസ്റ്റർ വളരെയധികം ആഹ്ലാദത്തോടു കൂടി വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. കേള, നീ നേര് പറ, ഞാൻ കോഴിക്കോട്ടു നിന്നും ജീവനോടെ തിരിച്ചു വരുമെന്ന് നീ നിരീക്ഷിച്ചിരുന്നോ, നീ കരുതിയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിങ്ങൾക്ക് ചെറുപ്പമല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ചെറുപ്പമാണ്, പക്ഷേ മാറാവ്യാധി പിടിച്ചവനാണ് ഞാനെന്ന് കേളനും അതറിയാം. എങ്കിലും അയാൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. താൻ മരിച്ചില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അയാളെ ആഹ്ലാദിപ്പിക്കുകയാണ്. സ്കൂളിലേക്ക് 2 ഫർലോങ് ദൂരമേ ഉള്ളൂ എങ്കിലും മാസ്റ്റർ കുതിരവണ്ടിയിലാണ് പോക്കും വരവും. 2 ഫർലോങ് നടക്കാനുള്ള ഒരു ശേഷി പോലും അയാൾക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. തടിച്ചു ചീർത്ത് ചോര വാർന്നു പോയതായിട്ടുള്ള ശരീരം, അതേത് നിമിഷവും നിശ്ചലമായി പോകാം. അത് ചിലപ്പോൾ ഈ നിമിഷമാകാം, അടുത്ത നിമിഷമാകാം. കഴുത്ത് വരെ കമ്പിളി പുതച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരവസരത്തിൽ സ്വന്തം ജീവസ്പന്ദനങ്ങൾ മരണത്തിൻ്റെ കുളമ്പടിയായി മാസ്റ്റർക്ക് തോന്നുമായിരുന്നു. മരണത്തിൻ്റെ ഭാരം അയാളെ ഞെരിച്ചമർത്തുന്നുണ്ടായിരുന്നു, അലട്ടുന്നുണ്ടായിരുന്നു. എന്തുതന്നെ ആയാലും ഈ നിമിഷം ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഓർത്ത് കുഞ്ഞനന്ദൻ മാസ്റ്റർ സന്തോഷിക്കുന്നുണ്ട്, ആശ്വസിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നതായിട്ടുള്ള ഈ അസ്തിത്വത്തിൻ്റെ ബോധോദയം മാസ്റ്ററുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഹ്ലാദമായിട്ട് മാറുകയാണ്. താൻ ജീവിച്ചിരിക്കുന്നുവല്ലോ, തനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ, താൻ മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുവാനുള്ളതായിട്ടുള്ള താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുവല്ലോ എന്നുള്ള ഒരു തോന്നൽ, അതിൽ കവിഞ്ഞ ഒരു ആനന്ദം അയാൾക്ക് വേറെ ഇല്ല എന്നാണ്. കുഞ്ഞനന്ദൻ മാസ്റ്റർ ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു എന്നാണ് പിന്നെ പറയുന്നത്. കുഞ്ഞനന്ദന് ചെറുപ്പത്തിലെ ക്ഷയരോഗം പിടിപെട്ടതായിരുന്നു. എങ്കിലും അതിനെ അതിജീവിച്ച് അദ്ദേഹം അധ്യാപക വൃത്തി തുടരുകയായിരുന്നു. ഒരു രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം നക്ഷത്രപ്രകാശത്തിൽ തിളങ്ങുന്ന ദേവാലയ ഗോപുരത്തിലെ കുരിശ് കണ്ടു എന്നാണ് പറയുന്നത്. താറ് തേച്ച മരക്കാലുകളിൽ എരിയുന്ന വിളക്കുകൾ, അകലെ സമുദ്രത്തിൻ്റെ മുഴക്കം, ഇതൊക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു. അധികം നടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതറിയാമെങ്കിലും വിജനമായിട്ടുള്ള ഒരു നിരത്തിലൂടെ അദ്ദേഹം മുൻപോട്ട് നടന്നു. അതിരാവിലെ മാസ്റ്റർ തിരിച്ചു വന്നപ്പോൾ ചവിട്ടുപടി കയറി കമഴ്ന്നു വീഴുകയാണ് ചെയ്യുന്നത്. വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. ഏറെ മരുന്നും കഷായവും ഒക്കെ കഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അഴിയൂരിൽ നിന്ന് വന്ന രാമൂട്ടി വൈദ്യർ
ക്ഷയത്തിന് നിർദ്ദേശിച്ച മരുന്ന് കഷായം കൂടാതെ ആട്ടിൻപാല് കുടിക്കണമെന്നാണ്. പാല് കറന്ന് ചൂടാറുന്നതിന് മുൻപ് കൊടുക്കണമെന്നും അതുകൊണ്ട് തന്നെ ആടിനെ കിടക്കുന്ന കട്ടിലിന്റെ കാലിൽ തന്നെ കെട്ടിയിടുന്നതാണ് നല്ലതെന്നും രാമൂട്ടി വൈദ്യർ പറഞ്ഞു. കാരണം പാലിന്റെ ചൂട് പോകുന്നതിന് മുമ്പ് കൊടുക്കണമെങ്കിൽ ആടിനെ അടുത്ത് തന്നെ കെട്ടിയിടണമെന്നാണ് വൈദ്യർ പറയുന്നത്. കുഞ്ഞനന്തൻ മാസ്റ്ററുടെ അച്ഛൻ വടകര ചന്തയിൽ നിന്ന് ഒരാടിനെ കൊണ്ടുവന്ന് കുഞ്ഞനന്തൻ കിടക്കുന്ന കട്ടിലിന്റെ കാലിൽ ആടിനെ കെട്ടിയിട്ട് 2 നേരവും പാല് കറന്ന് കുടിപ്പിക്കുകയും ചെയ്തു. ഏറെ നാൾ കഴിഞ്ഞ് ആടിന്റെ കറവയൊക്കെ പറ്റി കുഞ്ഞനന്തൻ മാസ്റ്ററുടെ അച്ഛനും മരിച്ചു. എങ്കിലും ഈ മാസ്റ്ററുടെ രോഗം ഭേദമായില്ല, അതിനൊരു ശമനവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞനന്തൻ എങ്ങനെയോ 7ാം തരം വരെ പഠിച്ചു എന്നാണ്. അതിൽ കൂടുതൽ പഠിക്കാൻ അയാളുടെ ആരോഗ്യം അയാളെ അനുവദിച്ചില്ല. 7ാം തരം ആ കാലത്ത് ഒരു വലിയ പരീക്ഷയായിരുന്നു. പരീക്ഷ പാസ്സായി ഇപ്പോഴത്തെ 10ാം ക്ലാസ് പോലെ അന്ന് 7ാം ക്ലാസ് വരെ പഠിച്ചാൽ അതൊരു വലിയ പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സായ കുഞ്ഞനന്തന് എക്കോൾ ദ ഗർസോനിൽ അധ്യാപകന്റെ പണി കിട്ടുകയും ചെയ്തു. ഇനിയും പഠിപ്പിക്കാൻ പോകണോ എന്നാണ് എല്ലാവരും അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഈ കുഞ്ഞനന്തൻ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പം ഇദ്ദേഹത്തിന്റെ അമ്മാവനൊക്കെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിനക്ക് തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള വക നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇനി നീ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞനന്തൻ പറയുന്നത് പണമില്ലാഞ്ഞിട്ടല്ല അമ്മാവ. പിന്നെന്തിനാ? ഈ അമ്മാവൻ അത് മനസ്സിലാകുന്നില്ല. പണത്തിന് വേണ്ടിയാണല്ലോ ഈ സ്കൂളിൽ ജോലിക്ക് പോകുന്നതെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ വെറുതെ നടക്കാൻ എനിക്ക് വയ്യ എന്നാണ് കുഞ്ഞനന്തൻ മാസ്റ്റർ പറയുന്നത്. വെറുതെ ജോലി ചെയ്യാതിരിക്കാൻ വയ്യ. സുഖക്കേടുകാർ പിന്നെ വെറുതെ നടക്കാതെ കിളയ്ക്കാൻ പോണോടാന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യം കുഞ്ഞനന്തൻ അത്ര രസിച്ചില്ല. അതുകൊണ്ട് പറയാണ്, എഴുന്നേക്ക് നടക്കാൻ വയ്യാത്ത സുഖക്കേടൊന്നും എനിക്കിപ്പം ഇല്ല. അതുകൊണ്ട് എനിക്ക് കഴിയുന്നിടത്തോളം കാലം പഠിപ്പിക്കാൻ പോവുക തന്നെ ഞാൻ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് തറപ്പിച്ച് പറഞ്ഞപ്പം മാസ്റ്റർമാർക്ക് ക്ഷാമം ഉണ്ടായിരുന്നതായിട്ടുള്ളൊരു കാലമൊക്കെ ആയിരുന്നു. അധികം അധ്യാപകരൊന്നും അക്കാലത്തില്ലായിരുന്നു. പഠിച്ചവരും വളരെ കുറവായിരുന്നു. ഒരു മാസത്തിൽ ഒരു 10-15 ദിവസമേ ഇദ്ദേഹം സ്കൂളിൽ പോകാറുള്ളൂ. ബാക്കി ദിവസമൊക്കെ കിടപ്പായിരിക്കും, സുഖമില്ലാതെ കിടപ്പായിരിക്കും, ലീവ് എടുക്കും. എന്നിട്ടും സ്കൂളിൽ പോകുന്നത് അദ്ദേഹം നിർത്തിയില്ല. നടക്കാൻ കഴിയാതെ വന്നപ്പം കേളൻ്റെ ജട്ക ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. ഇവിടെ കുഞ്ഞനന്തൻ മാസ്റ്റർ സ്കൂളിലേക്ക് ഈ വണ്ടിയിൽ പോയപ്പോഴാണ് ദാസൻ ഗിരിജയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടത്. ഗിരിജ ദാസന്റെ സഹോദരിയാണ്. വണ്ടി കണ്ടപ്പോഴേക്കും ഗിരിജയ്ക്ക് വളരെ സന്തോഷമായി. എന്നാൽ ദാസൻ വളരെ മടിച്ച് വണ്ടിക്കകത്ത് കയറിയിരുന്നു. ഗിരിജയുടെ കണ്ണുകളൊക്കെ വിടർന്നു. കാരണം ഗിരിജ കുതിരവണ്ടിയിൽ കയറിയിട്ടില്ലായിരുന്നു. എന്നാൽ മാസ്റ്റർ അവരെ കണ്ടപ്പോഴേക്കും സന്തോഷത്തോടു കൂടി അനിയത്തിയല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ എടുത്ത് മടിയിൽ വയ്ക്കുകയൊക്കെ ചെയ്തു. ജട്ക ഇങ്ങനെ കുലുങ്ങിയപ്പോഴേക്കും ഗിരിജയ്ക്ക് വളരെ സന്തോഷം. മാസ്റ്ററും ദാസനും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. കുഞ്ഞനന്തൻ മാസ്റ്ററുടെ ക്ലാസ്സിലായിരുന്നു ദാസൻ പഠിക്കുന്നത്. ദാസന്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഈ കുഞ്ഞനന്തൻ മാസ്റ്റർ. എക്കോൾ ദ ഗർസോനും മുമ്പിൽ വണ്ടി നിന്നപ്പോൾ കുഞ്ഞനന്തൻ മാസ്റ്ററും ദാസനും ഇറങ്ങി. എന്നാൽ സഹോദരിയെ അവളുടെ സ്കൂളിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞതനുസരിച്ച് റിയൂ ദ ലോ പ്രസ്സോനിലായിരുന്നു അവളുടെ ക്ലാസ്. അവിടെ കൊണ്ട് അവളെ വിടുകയാണ് ചെയ്തത്. പിന്നീട് പതിവായിട്ട് അങ്ങനെയാണ് ദാസനും മാസ്റ്ററും ഗിരിജയും കൂടിയാണ് ഈ വണ്ടിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ദാസനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ക്ലാസ്സിൽ 1ാമനായിരുന്നു. ബുദ്ധിമാനായ കുട്ടികൾക്ക് ചേരാത്ത ഗൗരവമുള്ള ബുദ്ധിമാനായിരുന്നു. അതുപോലെ തന്നെ ഇവൻ ഗൗരവമുള്ളവനായിരുന്നു. ഗൗരവം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ഒരു രീതി അല്ലല്ലോ, കുട്ടികൾക്ക് ചേരാത്ത രീതിയിലുള്ള ഗൗരവം അതുള്ളതായിട്ടുള്ള കുട്ടിയെ കുഞ്ഞനന്തൻ മാസ്റ്റർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇയാളെ കുഞ്ഞനന്തൻ മാസ്റ്റർ ദാസനെ ചുമലിൽ തട്ടിയൊക്കെ അഭിനന്ദിക്കുമായിരുന്നു. കുഞ്ഞനന്തൻ മാസ്റ്റർ വളരെ താണ സ്വരത്തിലും വളരെ വ്യക്തമായിട്ടും ഒക്കെയാണ് നെപ്പോളിയനെക്കുറിച്ചും റൂസോവിനെക്കുറിച്ചും ഒക്കെ ഇവന് പറഞ്ഞു കൊടുക്കുന്നത്. കണക്കും ചരിത്രവും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വളരെ പതുക്കെ സംസാരിക്കുമെന്നാണ് പറയുന്നത്. ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെപ്പറ്റി ദാസൻ വീട്ടിൽ വന്നിട്ട് പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ കുറുമ്പിയമ്മ ചോദിക്കും, ഓൻ എങ്ങനെയാ പഠിപ്പിക്കുക, കരളിനല്ലേ സൂക്കേടെന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ വയ്യാത്ത മനുഷ്യൻ എങ്ങനെ ഇത്രമാത്രം ശക്തമായി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് അതിശയം കൊള്ളുകയാണ് കുറുമ്പിയമ്മ. ഇനി കുഞ്ഞനന്തൻ മാസ്റ്ററെ പോലെ തന്നെ ജീവിതത്തിന് അംഗഭംഗം വന്നതായ ഒരു മനുഷ്യനാണല്ലോ ഗസ്തോൻ സായിവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ഗസ്തോൻ സായിവും കുഞ്ഞനന്തൻ മാസ്റ്ററും രണ്ട് രീതിയിലാണ്. ഈ കുഞ്ഞനന്തൻ മാസ്റ്ററെയും ഗസ്തോനെയും താരതമ്യം ചെയ്യുക എന്നൊരു ചോദ്യം ഉണ്ടാകും. മയ്യഴിയിൽ കമ്മ്യൂണിസത്തിന് അടിത്തറ പാകിയത് കുഞ്ഞനന്തൻ മാസ്റ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. സ്കൂൾ അധ്യാപകനായ കുഞ്ഞനന്തൻ മാസ്റ്റർ മനുഷ്യസ്നേഹിയായിരുന്നു. ലെസ്ലി സാഹിബിൻ്റെ രണ്ടാമത്തെ മകനാണ് ഈ ഗസ്തോൻ. വീട്ടുകാരുടെയും ദാമുവിൻ്റെയും പ്രേരണയിൽ ഇയാൾ തെരേസയെ വിവാഹമൊക്കെ കഴിച്ചെങ്കിലും അതുവിധു കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയ അയാൾ മുറിയിൽ കയറി വാതിലടച്ച് പിന്നീട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. ഏത് നിമിഷവും താൻ മരിച്ചു വീണേക്കാമെന്ന് കുഞ്ഞനന്തൻ മാസ്റ്റർക്ക് എന്നാൽ അറിയാമായിരുന്നു. ജീവിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ് കുഞ്ഞനന്തൻ മാസ്റ്റർ ചെയ്തത്. എന്നാൽ ഷണ്ണനായ ഗസ്തോൻ സാഹിബോ സ്വയം കാരാഗ്രഹം പണിത് അതിൽ ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലാണ്. ഇത്രമാത്രം അസ്വസ്ഥതകളും അസുഖങ്ങളും ഉണ്ടായിട്ടും കുഞ്ഞനന്തൻ മാസ്റ്റർക്ക് മുന്നോട്ട് ജീവിക്കണം, മറ്റുള്ളവരോട് കമ്മ്യൂണിസത്തെ വളർത്തണം, അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞനന്തൻ മാസ്റ്റർ. എത്രമാത്രം അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ തരണം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ഗസ്തോൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ വയ്യാതെ ഷണ്ണനായ ഗസ്തോൻ സാഹിബ് സ്വയം കാരാഗ്രഹം പണിത് അതിൽ ജീവിക്കുകയാണ് ചെയ്തത്. ഇപ്രകാരം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്, രണ്ട് രീതിയിലാണ്, അവർ രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നാട്ടിൽ കമ്മ്യൂണിസത്തിൻ്റെ ബീജാവാപം നടത്തിയത് കുഞ്ഞനന്തൻ മാസ്റ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. കോഴിക്കോട്ടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അയാളുടെ വീടിൻ്റെ ഭിത്തിയിൽ 3 ചില്ലിട്ട ചിത്രങ്ങൾ കാണാൻ കഴിയും. കാറൽ മാർക്സിൻ്റെ ചിത്രം, ഇരുവശത്ത് ലെനിനും സ്റ്റാലിനും. അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് കുഞ്ഞിച്ചിരിത കയറി വന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഇതാരാണ്. അവർ ചോദിക്കുകയാണ്, ഈ താടിക്കാരന്മാരും മീശക്കാരന്മാരും ഒക്കെ ആരാ മാഷേ? അറിയാതെ ചോദിക്കുകയാണ്. അവരാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല, അല്ലാതെ ചോദിക്കുകയാണ്, ഈ താടിയൊക്കെ വെച്ചവരൊക്കെ ആരാ? കണ്ണുകളിൽ അത്ഭുതമായിട്ടാണ് അവിടെ ചോദിക്കുന്നത്. സന്യാസിയാണോ മാഷേ എന്നാ ചോദിക്കുന്നത്. കാറൽ മാർക്സിനെ കണ്ടിട്ട് ഇത് സന്യാസിയാണോ? ഈ മീശക്കാരനാരാ മാഷേ എന്നൊക്കെ ചോദിക്കുകയാണ്. കുഞ്ഞിച്ചിരിത സ്റ്റാലിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുക. കമ്മീഷണറാണോ ഇത്? അതായത് കമ്മീഷണർ ലോറൻസ് സാഹിബ്. കമ്മീഷണർ, അതാണ് കൊമ്മീസാർ എന്ന് പറയുന്നത്. സ്റ്റാലിനെ പോലെ അയാൾക്ക് മീശ ഉണ്ടായിരുന്നു. ആർക്ക്? കമ്മീഷണർ ലോറൻസിന്. അതുകൊണ്ട് ഇതിനി കമ്മീഷണർ സാർ വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ്. മൂപ്പൻ സാഹിബിനേക്കാളും വലിയ ആളാണോ എന്നും ചോദിക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ആളാണ് മൂപ്പൻ സാഹിബ്. മൂപ്പൻ സാഹിബ് എന്ന് പറയുമ്പം അദ്ദേഹം ഒരു അവതാരമാണെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുന്നവരാണ് ഈ സ്ത്രീകൾ. അപ്പോൾ അവർക്ക് ഈ മൂപ്പൻ സാഹിബിനേക്കാളും വലിയ ആളാണോ എന്നാണ് ചോദിക്കുന്നത്. ലെനിനെയും കാറൽ മാർക്സിനെയൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, മനസ്സിലാകുന്നില്ല ഇതാരാണ്. അവരുടെ കാഴ്ചപ്പാടിൽ മൂപ്പൻ സാഹിബിനേക്കാളും വലിയ ഒരാളുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. മാഷിൻ്റെ സഹോദരി ലീല കുഞ്ഞിച്ചരിതയ്ക്കൊരു കാപ്പിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പാലൊഴിക്കാത്ത കാപ്പിയാണ്. അതിൽ തേങ്ങ ചിരകിയിട്ടിരുന്നു എന്നാണ് പറയുന്നത്. പാലില്ലാത്തത് കൊണ്ടാണ് തേങ്ങ ചിരകിയിടുന്നതെന്നാണ് പറയുന്നത്. കുഞ്ഞിച്ചിരിതയ്ക്ക് പാലില്ലാത്ത കാപ്പി കൊടുക്കുന്നത് അവർക്കൊരു വിഷമം പോലാണ്. കാരണം ആര് എവിടെ ചെന്നാലും കുഞ്ഞിച്ചിരിതയ്ക്കൊരു ചായയോ കാപ്പിയോ ഒക്കെ കൊടുക്കുന്ന പതിവുണ്ട്. അതിന് കാരണം എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു. കാരണം ദാവീദ് സാഹിബുമായിട്ടുള്ള അവളുടെ അടുപ്പമാണ്. കാരണം നാൾക്ക് നാൾ അവളുടെ അന്തസ്സും അഭിമാനവും ഒക്കെ ഈ ദാവീദ് സാഹിബുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കൂടിക്കൂടി വരികയാണ് ചെയ്തത്. എല്ലാവരും അവളെ ബഹുമാനിച്ചിരുന്നു. കാപ്പിയൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നിനക്കിനി ഞങ്ങളുടെ കാപ്പിയൊന്നും വേണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ദാവീദ് സാഹിബ് മംഗലം കഴിക്കുവോടി എന്നൊക്കെ ചോദിച്ച് കുഞ്ഞിച്ചിരിതയെ കളിയാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞിച്ചിരിത അതിൻ്റെ ഒരു ഉന്മാദത്തിൽ, ഒരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് സ്റ്റാലിൻ്റെ പടത്തിന് നേരെ കൈ ചൂണ്ടിയിട്ട് മാഷിനോട് ചോദിക്കുകയാണ് അവൾ, ഈ ഫോട്ടോ എനിക്ക് തരാമോ മാഷേ?
അന്നേരം മാഷ് എന്താ മറുപടി പറഞ്ഞത്? അത് തരത്തില്ല, വേറെ ഫോട്ടോ തന്നാൽ പോരെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആരാധനയോടുകൂടി കൊണ്ടുവച്ചിരിക്കുന്നതായ ഫോട്ടോയാണ്, അത് നിനക്ക് തരാൻ പറ്റുമോ എന്നാണ് മാഷ് ചിന്തിച്ചത്. വേറെ ഫോട്ടോ വേണേൽ വാങ്ങിച്ചു തരാം, എന്തായാലും ഇത് തരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അതേപോലുള്ള മീശയുള്ള ഫോട്ടോ വേണം എനിക്ക് കൊണ്ടുതരാനെന്ന്. സ്ത്രീകൾക്ക് മീശയുള്ളതൊക്കെ കാണുമ്പോൾ, മീശയുള്ള ഫോട്ടോയും ഒക്കെ കാണുമ്പോൾ വളരെ ആരാധനയോടെയാണ് പറയുന്നത്, ഇതുപോലെ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് കൊണ്ടുതരണമേ എന്ന് പറയുകയാണ്. മാസ്റ്റർ തലയൊക്കെ കുലുക്കി സന്തോഷിക്കുന്നുണ്ട്. കുഞ്ഞിച്ചിരുതയെ പോലെ തന്നെ മറ്റാർക്കും അവിടെ വന്ന് കണ്ട ആർക്കും മാസ്റ്ററുടെ പൂമുഖത്തെ ഈ ചിത്രങ്ങൾ ആരുടേതാണെന്ന് മനസ്സിലായില്ല. ആർക്കും ലെനിനെയോ കാറൽ മാർക്സിനെയോ ഒന്നും അറിയില്ലായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് ആർക്കും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായുമില്ല. എന്നാൽ ഒരു ദിവസം മൂപ്പൻ സാഹിബിൻ്റെ വലങ്കൈയായ സർജാം ആം റത്രേത്ത് കുഞ്ഞിക്കണ്ണേൻ്റെ മകനായ സെക്രട്ടർ കരുണൻ വൈകുന്നേരം സവാരിക്കിറങ്ങിയപ്പം മാസ്റ്ററുടെ പൂമുഖത്തിന് മുൻപിൽ വന്നു നിന്നു എന്നാണ് പറയുന്നത്. മൂപ്പൻ സാഹിബിൻ്റെ വലങ്കൈയായിട്ടുള്ള സർജാം ആം റത്രേത്ത് കുഞ്ഞിക്കണ്ണൻ്റെ മകനായ സെക്രട്ടറി കരുണൻ, അയാളാണ് സവാരിക്കിറങ്ങിയപ്പം മാസ്റ്ററുടെ പൂമുഖത്ത് വന്ന് നിന്നിട്ട് നോക്കി. ഫോട്ടോ കണ്ടപ്പോഴേക്കും അയാൾക്ക് മനസ്സിലായി. അയാൾ പെട്ടെന്ന് അവിടെ നിന്നിട്ട് പ്രഖ്യാപിച്ചങ്ങ് ഉറക്കി അങ്ങ് പറഞ്ഞു, ലേ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ കമ്മ്യൂണിസ്റ്റാണ്, ഇവനും കമ്മ്യൂണിസ്റ്റാന്നേ. ഏതാണ്ട് പാതകം ചെയ്തതുപോലെ സെക്രട്ടറി വിളിച്ചു പറയുകയാണ്, ഇവൻ കമ്മ്യൂണിസ്റ്റാണേ. സെക്രട്ടറി കരുണൻ അവനാണ് ഇത് വിളിച്ചു പറയുന്നത്, അവനാണ് എല്ലാവരെയും അറിയിക്കുന്നത് നമ്മുടെ മാഷ് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് എങ്ങനെ? ആർക്കും അറിയാൻ വയ്യായിരുന്നു. ഇതാരുടെ ഫോട്ടോയാണ് പതിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകാഞ്ഞിട്ടും കുഞ്ഞിക്കണ്ണൻ്റെ മകൻ കരുണൻ കടന്നു വന്നിട്ട് നോക്കിയിട്ട് പെട്ടെന്ന് അവനത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വളരെ ദേഷ്യത്തോടെ കോപത്തോടു കൂടി പറഞ്ഞു. അങ്ങനെയാണ് മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എല്ലാവരും അറിയുന്നത്. അപ്പം മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വിളിച്ചു പറയുന്നതോടെ ഈ 7-ാം അധ്യായം അവസാനിക്കുകയാണ്. 8-ാം അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.